Hi friends, welcome back to Widget Master. Big Bang ശേഷം യൂണിവേഴ്സിന്റെ ഫോർമേഷൻ സമയത്ത് ചില കോസ്മിക് എൻറ്റിറ്റീസ് 6 സിവിലൈറ്റീസിനെ 6 സ്റ്റോൺസ് ആക്കി മാറ്റി. അതായത് യൂണിവേഴ്സിനെ നിലനിർത്താൻ സഹായിക്കുന്ന 6 ശക്തിയിൽ അവർ 6 സ്റ്റോൺസ് ആക്കി മാറ്റി. പിന്നീട് ഈ സ്റ്റോൺസിനെ നമ്മൾ ഇൻഫിനിറ്റി സ്റ്റോൺസ് എന്ന പേരിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അറിയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ ഫുൾ ജേർണിയാണ്. സോ നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫുൾ ടൈം ലൈനിന്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്നത് ഈ ഒരു സൂപ്പർ ഹീറോസിന്റെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ, സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണുന്നത് ഈ ഒരു സൂപ്പർ ഹീറോസിന്റെ സ്റ്റോറി ലൈന് ഈ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ സ്റ്റോറി ലൈനുമായി അവർ യോജിപ്പിക്കുന്നതാണ്. പവർ സ്റ്റോൺ ഇൻഫിനിറ്റി സ്റ്റോണുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്റ്റോൺ തന്നെയാണ് ഈ ഒരു പവർ സ്റ്റോൺ എന്നത്. ഈ ഒരു പവർ സ്റ്റോൺ ഉപയോഗിക്കുന്ന ആൾക്ക് അൺലിമിറ്റഡ് കോസ്മിക് എനർജീസിന്റെ ശക്തി ലഭിക്കും. ഈ ഒരു പവർ സ്റ്റോണിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പവർ സ്റ്റോൺ ആദ്യം കിട്ടിയത് ഈസോൺ ദ സെലസ്റ്റൽ ആയിരുന്നു. ഈ ഒരു സെലസ്റ്റൽ ഡിഫറെന്റ് പ്ലാനറ്റ്സിൽ പോയി അവിടുത്തെ സിവിലൈസേഷൻ സർവൈവ് ചെയ്യുമോ എന്ന് നോക്കും. അഥവാ സർവൈവ് ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു പവർ സ്റ്റോൺ ഉപയോഗിച്ച് ആ ഒരു പ്ലാനറ്റിനെ തന്നെ നശിപ്പിക്കും. ഇതായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സെലസ്റ്റിയൽ സ്ഥലം നശിച്ചു പോവുകയും പിന്നീട് ഈ ഒരു പവർ സ്റ്റോൺ ഓർബിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. എംസിയുവിന്റെ ഹിസ്റ്ററി പ്രകാരം ഇതേ സെലസ്റ്റിൽ തന്നെയാണ് ഈ ഒരു ഓർബും ഉണ്ടാക്കുന്നത്. പിന്നീട് ഈ ഒരു പവർ സ്റ്റോൺ 9 കോസ്മിക് ബീങ്സിന്റെ കയ്യിലെത്തുകയും അവർ ഈ ഒരു പവർ സ്റ്റോണിന്റെ പവർ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനായി അവർ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ച് ഈ ഒരു പവർ സ്റ്റോണിന്റെ പവർ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു നേരത്തേക്ക് അവർക്ക് അതിന് സാധിച്ചു. എന്നാൽ വൈകാതെ തന്നെ അവർ ഈ ഒരു പവർ സ്റ്റോണിന്റെ ശക്തി മൂലം അവർ നശിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഒരു പവർ സ്റ്റോൺ മൊറാഗ് എന്നൊരു പ്ലാനറ്റിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. ഈ മൊറാഗ് എന്ന പ്ലാനറ്റിന്റെ പ്രത്യേകത, ആ ഒരു പ്ലാനറ്റിൽ എപ്പോഴും കടൽ പോലെ വെള്ളം കെട്ടിക്കിടക്കും. എന്നാൽ 300 വർഷത്തിലൊരിക്കൽ ഈ ഒരു വെള്ളം മുഴുവൻ വറ്റുകയും ആ ഒരു പ്ലാനറ്റ് നീറ്റായി കാണുകയും ചെയ്യും. ഈ ഒരു ഓർബ് സൂക്ഷിച്ചു വെച്ചിരുന്നത് ആ ഒരു പ്ലാനറ്റിലെ ഒരു ടെമ്പിളിലായിരുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റാർ ലോർഡ് ഈ ഒരു പ്ലാനറ്റ് കണ്ടെത്തുകയും ആ ഒരു സമയം അവിടുത്തെ വെള്ളമാകെ വറ്റുകയും ഈ ഒരു അവസരത്തിൽ സ്റ്റാർ ലോർഡ് അവസരം മുതലാക്കി ആ ഒരു ഓർബ് കൈക്കലാക്കുകയും ചെയ്തു. എന്നാൽ താനോസിന്റെ നിർദ്ദേശപ്രകാരം റോണിന്റെ ആൾക്കാരും ആ ഒരു സമയം അവിടെ എത്തിയിരുന്നു. ഇവരെല്ലാം പറ്റിച്ചുകൊണ്ട് സ്റ്റാർ ലോർഡ് ആ ഒരു ഓർബ് കൈക്കലാക്കുകയും പിന്നീട് ഈ ഒരു ഓർബിന് പുറകിലായി റോക്കറ്റും ഗ്രൂട്ടും കൂടാതെ ഗമോറയും ഡ്രാക്സും അവരോടൊപ്പം ചേരുകയും ഇവർ ഇത് വിൽക്കാനായി കളക്ടറുടെ അടുക്കൽ പോവുകയും ചെയ്തു. എന്നാൽ അവിടെ വെച്ച് കളക്ടർ ഇവർക്ക് പറഞ്ഞു കൊടുത്തു ഈ ഒരു ഓർബിനുള്ളിൽ 6 ഇൻഫിനിറ്റി സ്റ്റോണുകളിൽ ഒന്നായ പവർ സ്റ്റോൺ അടങ്ങിയിട്ടുണ്ടെന്ന്. കൂടാതെ ഈ ഒരു മുഴുവൻ ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെയും ഫുൾ ചരിത്രം ഈ ഒരു അവസരത്തിൽ അവരോടായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കളക്ടർ. എന്നാൽ അവിടെ വെച്ച് കരീനെ ഇത് ഉപയോഗിക്കുകയും കരീനെ നശിക്കുകയും കൂടാതെ കളക്ടറുടെ ആ ഒരു ലൈബ്രറി നശിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു അവസരത്തിൽ തന്നെ നെബ്യൂലയും അവിടെ എത്തുകയും ഗമോറയെ തോൽപ്പിച്ചുകൊണ്ട് നെബ്യൂല ഈ ഒരു ഓർബുമായി കടന്നു കളയുകയും ചെയ്തു. സത്യത്തിൽ റോണിനും നെബ്യൂലയും ഈ ഒരു ഓർബ് കൈക്കലാക്കിയത് താനോസിന് വേണ്ടിയായിരുന്നു. റോണിൻ താനോസിന് ഈ ഒരു ഓർബ് നൽകുമ്പോൾ ഇതിന് പാരിതോഷികമായി താനോസ് റോണിന് വേണ്ടി ആ ഒരു സാന്താർ പ്ലാനറ്റ് മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു. ഇതായിരുന്നു അവർ തമ്മിലുള്ള കരാർ. എന്നാൽ റോണിന്റെ കൈവശം ഈ ഒരു പവർ സ്റ്റോൺ കിട്ടിയത് മൂലം ഈ ഒരു പവർ സ്റ്റോണെ പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും ആ ഒരു പവർ സ്റ്റോണെ സെലസ്റ്റിൽ ഉപയോഗിച്ചതുപോലെ തന്റെ കോസ്മിക് റോഡിൽ വെക്കുകയും ചെയ്തു. അങ്ങനെ റോൺ താനോസിന്റെ സഹായമില്ലാതെ ആ ഒരു സാന്താർ പ്ലാനറ്റ് നശിപ്പിക്കാൻ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടീമും കൂടാതെ ആ ഒരു പ്ലാനറ്റിലെ നോവ കോപ്സും എല്ലാം കൂടെ ചേർന്ന് ഇതിനെ തടയുകയും ചെയ്തു. എന്നാൽ പവർ സ്റ്റോൺ കയ്യിലുണ്ട് എന്നത് മൂലം റോണിൻ അവരെല്ലാം കീഴടക്കുകയും ചെയ്തു. എന്നാൽ ഫൈനൽ ഫൈറ്റിനൊടുവിൽ റോക്കറ്റ് റോണിന്റെ കയ്യിലിരുന്ന് ആ ഒരു കോസ്മിക് റോഡ് നശിപ്പിക്കുകയും ആ ഒരു പവർ സ്റ്റോണെ പുറത്തെടുക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു സമയം തന്നെ സ്റ്റാർ ലോർഡ് ആ ഒരു പവർ സ്റ്റോണെ കൈക്കലാക്കുകയും ചെയ്തു. എന്നാൽ സ്റ്റാർ ലോർഡിന് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല അതിന്റെ പവർ. അതോടെ തന്നെ ആ ഒരു ടീമിലുള്ളവരെല്ലാവരും ചേർന്ന് ആ ഒരു പവർ സ്റ്റോണിന്റെ പവറിനെ ഈക്വൽ ആയിട്ട് അബ്സോർബ് ചെയ്തു. എന്നിട്ട് അതിന്റെ പവറിനെ റോഡിനെതിരായി ഉപയോഗിക്കുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ സ്റ്റാർ ലോർഡ് അതായത് പീറ്റർ കിൽ നശിക്കാത്തതിന്റെ കാരണം സ്റ്റാർ ലോർഡ് ഹാഫ് സെലസ്റ്റൽ ആയതുകൊണ്ട് തന്നെയാണ്. പിന്നീട് ഈ ഒരു പവർ സ്റ്റോൺ ഓർബിലെത്തുകയും അത് സാന്താർ പ്ലാനറ്റിൽ നോവാകോപ്പ് സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ 4 വർഷത്തോളം ഒരു അപകടവും വരാതെ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. എന്നാൽ 4 വർഷത്തിന് ശേഷം താനോസ് ആരുടെയും സഹായമില്ലാതെ ഈ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസിനെ കൈക്കലാക്കാൻ വന്നു. അതിന്റെ തുടക്കമായി സാന്താർ പ്ലാനറ്റിലിരുന്ന ഈ ഒരു പവർ സ്റ്റോണെ താനോസ് കൈക്കലാക്കുകയും ചെയ്തു. എന്നിട്ട് തന്റെ ആ ഒരു ഇൻഫിനിറ്റി ഗോളറ്റിൽ വെക്കുകയും ചെയ്തു. സ്പേസ് സ്റ്റോൺ എംസിയുവിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോൺ തന്നെയാണ് ഈ ഒരു സ്പേസ് സ്റ്റോൺ എന്നത്. എംസിയുവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഈ ഒരു സ്പേസ് സ്റ്റോൺ ആണ്. ടെസ്റാക്ടിനുള്ളിലായിട്ടാണ് ഈ ഒരു സ്പേസ് സ്റ്റോൺ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എംസിയുവിന്റെ ഹിസ്റ്ററി പ്രകാരം ഓഡിയൻ ട്രഷറിലായിരുന്നു ഈ ഒരു സ്പേസ് സ്റ്റോൺ ആദ്യം കണ്ടിരുന്നത്. അസ്ഗാർഡിയൻസ് തന്നെയായിരുന്നു ഈ ഒരു സ്പേസ് സ്റ്റോണെ ടെസ്റാക്ടിനുള്ളിൽ വെച്ചതും. എന്നാൽ എർത്തിൽ ഫ്രോസ്റ്റ് ഡാൻസ് അവർ ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടെ അസ്ഗാർഡിയൻസ് അവിടെ എത്തുകയും ഈ ഒരു സമയം അസ്ഗാർഡിയൻസിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ടെസ്റാക്ട് മിസ്സാവുകയും ചെയ്തു. എന്നാൽ ആ ഒരു ടെസ്റാക്ട് മനുഷ്യരുടെ കയ്യിലെത്തുകയും അതവർ നോർവേയിൽ സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് 1942 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജോഹാൻ സ്മിത്ത് അതായത് റെഡ് സ്കൾ
ഈ ഒരു ടെസ്റാക്ട് നോർവേയിൽ നിന്ന് കണ്ടെത്തുകയും അത് ഉപയോഗിച്ച് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിൽ റെഡ് സ്കൾ ഒരുപാട് വിജയിക്കുകയും ചെയ്തു. ഇതുപയോഗിച്ച് കുറെ വെപ്പൺസ് ഉണ്ടാക്കി. അതിൽ പ്രധാനപ്പെട്ട ഒരു വെപ്പൺ ആയിരുന്നു വാൽക്കേരി. ഈ ഒരു ടെസ്റാക്ടിന്റെ പവർ കൊണ്ടുണ്ടാക്കിയ ഒരു ഷിപ്പായിരുന്നു വാൽക്കേരി. ഇതുപയോഗിച്ച് അമേരിക്കയെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു റെഡ് സ്കൾ. എന്നാൽ ക്യാപ്റ്റൻ അമേരിക്ക ഇതിനെ തടയുകയും ഇവർ തമ്മിൽ അവസാനം നല്ലൊരു ഫൈറ്റ് നടക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ഫൈറ്റിനൊടുവിൽ റെഡ് സ്കൾ ഈ ഒരു ടെസ്റാക്ടിന്റെ ശക്തി മൂലം വോൾമിയറിലേക്ക് ടെലിപ്പോർട്ട് ആവുകയും ചെയ്തു. കൂടാതെ ടെസ്റാക്ട് ആർട്ടിക് ഓഷ്യനിലേക്ക് വീഴുകയും ചെയ്തു. പിന്നീട് 1945 കാലഘട്ടത്തിൽ ഹോവാർഡ് സ്റ്റാർ ഈ ഒരു ടെസ്റാക്ട് ആർട്ടിക് ഓഷ്യനിൽ നിന്ന് കണ്ടെത്തുകയും അതിൽ ഒരുപാട് പരീക്ഷണം നടത്തുകയും ചെയ്തു. ആ ഒരു പരീക്ഷണ അവസാനം ഇതിലുണ്ടായിരുന്ന എലമെന്റിന്റെ അറ്റോമിക് സ്ട്രക്ചറിനെ സിന്തസൈസ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ ടെക്നോളജി അത്രത്തോളം അഡ്വാൻസ് ആവാത്ത കാരണം ഈ ഒരു എലമെന്റിന്റെ സ്ട്രക്ചറിനെ സിന്തസൈസ് ചെയ്യാൻ ഹോവാർഡ് സ്റ്റാറിന് സാധിച്ചിരുന്നില്ല. പിന്നീട് ഹോവാർഡ് സ്റ്റാർ ഈ ഒരു ടെസ്റാക്ടിനെ അന്നത്തെ നാസയുടെ കീഴിലുണ്ടായിരുന്ന പെഗസസിലേക്ക് കൈമാറുകയും ചെയ്തു. പിന്നീട് പെഗസസിൽ ഡോക്ടർ ലോർസൺ ഈ ഒരു ടെസ്റാക്ടിൽ പരീക്ഷണം നടത്തുകയും ഇതുപയോഗിച്ച് ഒരു ലൈറ്റ് സ്പീഡ് എഞ്ചിൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലുമായിരുന്നു. സ്കൾസിന് വേണ്ടി ഒരു പുതിയ പ്ലാനറ്റ് കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഈ ഒരു ലൈറ്റ് സ്പീഡ് എഞ്ചിൻ ഉണ്ടാക്കിയിരുന്നത്. അതിനായി ഈ ഒരു ടെസ്റാക്ടിന്റെ പവർ അബ്സോർബ് ചെയ്ത് ഒരു ലൈറ്റ് സ്പീഡ് എഞ്ചിൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഈ ഒരു ടെസ്റാക്ട് ലോർസന്റെ സ്പേസിലുള്ള ലബോറട്ടറിയിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ജെറ്റിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റിൽ വെച്ച് ക്രീ വാരിയേഴ്സ് ഈ ഒരു ലോർസനെ അറ്റാക്ക് ചെയ്യുകയും ആ ഡോക്ടർ ലോർസനെ കൊല്ലുകയും ചെയ്തു. എന്നാൽ ഇവിടെ നടന്ന ഈ ഒരു അറ്റാക്കിൽ ആ ഒരു ജെറ്റിന്റെ പൈലറ്റ് ആയിരുന്ന കാരോൾ ഡെൻവേഴ്സിന് ആ ഒരു ടെസ്റാക്ടിന്റെ ശക്തി കിട്ടുകയും പിന്നീട് ക്യാപ്റ്റൻ മാർവലായി മാറുകയും ചെയ്തു. പിന്നീട് ക്യാപ്റ്റൻ മാർവൽ ഈ ഒരു ലോർസന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോയി. അതിനായി സ്കൾസിന് വേണ്ടി ഒരു പുതിയ പ്ലാനറ്റ് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ക്യാപ്റ്റൻ മാർവൽ. അതിനായി ഡോക്ടർ ലോർസന്റെ ലബോറട്ടറി കണ്ടെത്താനുള്ള ശ്രമത്തിലായി അവർ. അങ്ങനെ അവർ സ്പേസിലുള്ള ആ ഒരു ലബോറട്ടറി കണ്ടെത്തുകയും ക്യാപ്റ്റൻ മാർവലിനെ കൂട്ടായി ആ ഒരു സമയം ഷീൽഡിന്റെ ഏജന്റ് ആയിരുന്ന നിക് ഫ്യൂരിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് അവർ ആ ടെസ്റാക്ട് കണ്ടെത്തുകയും ഈ ഒരു സമയം ടെസ്റാക്ട് ഗൂസ് വിഴുങ്ങുകയും ചെയ്തു. അതായത് ആ ഒരു പൂച്ച. അങ്ങനെ ഗൂസ് തിരിച്ച് എർത്തിലെത്തുകയും ഗൂസിൽ നിന്ന് ആ ഒരു ടെസ്റാക്ട് ഷീൽഡിന് കിട്ടുകയും ചെയ്തു. എന്നിട്ട് ഷീൽഡിന്റെ കൈവശമായിരുന്നു ഈ ഒരു ടെസ്റാക്ട് കുറെ നാൾ. അങ്ങനെ പെഗസസ് ഷീൽഡിന്റെ അധീനതയിൽ കിട്ടുകയും ഈ ഒരു പെഗസസിൽ വെച്ച് ഈ ഒരു ടെസ്റാക്ടിൽ പരീക്ഷണം നടത്തുകയും ചെയ്തു ഷീൽഡ്. അതിനെ ഡോക്ടർ എറിക് സെൽവിക്കിനെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ടെസ്റാക്ടിനായി ലോക്കി അവിടെ എത്തുകയും ചെയ്തു. മൈൻഡ് സ്റ്റോൺ അടങ്ങിയ സ്ക്രിപ്റ്ററുമായിട്ടാണ് ലോക്കി ആ ഒരു സമയം അവിടെ എത്തിയിരുന്നത്. അങ്ങനെ ലോക്കി ഈ ഒരു ടെസ്റാക്ട് കൈക്കലാക്കുകയും അതുപയോഗിച്ചൊരു വേം ഹോൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലുമായി. അതിനായി ഡോക്ടർ എറിക് സെൽവിക്കിനെ കൂടാതെ ക്ലിൻ ബാർട്ടനെയും ലോക്കി ഈ ഒരു സ്ക്രിപ്റ്റർ ഉപയോഗിച്ച് മൈൻഡ് കൺട്രോൾ ചെയ്യുകയും അതിൽ ലോക്കി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ താനോസിന്റെ ആർമിയായ ചിറ്റൂരി ന്യൂയോർക്ക് സിറ്റിയിൽ എത്തുകയും അവിടെ ഒരുപാട് അറ്റാക്ക് നടത്തുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരായി അവഞ്ചേഴ്സ് എത്തുകയും അവഞ്ചേഴ്സ് ഈ ഒരു സ്ക്രിപ്റ്റർ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ടെസ്റാക്ടിനെ തടയുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ടെസ്റാക്ടും ലോക്കിയുമായി തോർ തിരിച്ച് ആസ്കാർഡിൽ എത്തുകയും ഈ ഒരു ടെസ്റാക്ട് ഓഡിൻ ട്രഷർ റൂമിൽ പിന്നെയും തിരികെ എത്തുകയും ചെയ്തു. എന്നാൽ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം റഗ്നറോക്ക് സമയത്ത് ലോക്കി ഈ ഒരു ടെസ്റാക്ട് പിന്നെയും മോഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ ആസ്കാർഡ് നശിച്ചത് മൂലം തോർ തന്റെ ആസ്കാർഡ് ജനങ്ങൾക്കായി ഒരു പുതിയ പ്ലാനറ്റ് കണ്ടെത്താനുള്ള യാത്രാ മധ്യേ താനോസ് അവിടെ എത്തുകയും താനോസ് ആസ്കാർഡിലെ പകുതി ജനങ്ങളെ കൊന്ന ശേഷം ഈ ഒരു ടെസ്റാക്ട് കൈക്കലാക്കുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ടെസ്റാക്ടിൽ നിന്ന് സ്പേസ് താനോസ് തന്റെ ഇൻഫിനിറ്റി ഗോളഡിൽ ഇടുകയും ചെയ്തു. റിയാലിറ്റി സ്റ്റോൺ 6 ഇൻഫിനിറ്റി സ്റ്റോണുകളിൽ മറ്റൊന്ന്. ഈ ഒരു സ്റ്റോണിന്റെ പേര് പോലെ തന്നെ ഇത് ഫാബ്രിക് ഓഫ് റിയാലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ഒരു റിയാലിറ്റി സ്റ്റോൺ ഉപയോഗിച്ച് ഫ്യൂച്ചറിലെ പാസ്റ്റിലെ റിയാലിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്റ്റോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. ഈ ഒരു സ്റ്റോണിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സ്റ്റോൺ ആദ്യം കിട്ടിയിരുന്നത് ഡാർക്ക് എൽഫ്സിന്റെ കയ്യിലായിരുന്നു. വർഷങ്ങളോളം ഏകദേശം 1000ഓളം വർഷങ്ങളോളം അവരുടെ കയ്യിൽ തന്നെയായിരുന്നു ഈ ഒരു റിയാലിറ്റി സ്റ്റോൺ ഉണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു ഡാർക്ക് എൽഫ്സിന്റെ മെമ്പറായ മാലിക്കറ്റ് ആ ഒരു ഡാർക്ക് എൽഫ്സിന്റെ ലീഡറായി മാറുകയും ഈ ഒരു റിയാലിറ്റി സ്റ്റോൺ ഉപയോഗിച്ച് ഏതർ എന്നൊരു വെപ്പൺ ഉണ്ടാക്കുകയും ചെയ്തു. ഈ ഒരു വെപ്പണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മാറ്ററിനെ ഡാർക്ക് മാറ്ററാക്കി മാറ്റാൻ സാധിക്കും. ആ ഒരു 9 റിയാംസിനെയും തന്റെ എറ്റേണൽസ് ഓഫ് ഡാർക്ക്നെസ്സിൽ കവർ ചെയ്യാൻ വേണ്ടിയായിരുന്നു മാലിക്കറ്റ് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നത്. അതിനായി മാലിക്കറ്റ് 9 റിയാംസിന്റെ കൺവേർജൻസിനായി കാത്തിരുന്നു. 5000 വർഷങ്ങൾ കൂടുമ്പോഴായിരുന്നു ആ ഒരു കൺവേർജൻസ് അവിടെ ഉണ്ടാകുന്നത്. ഈ ഒരു കൺവേർജൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സമയം 9 റിയാംസും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നു നിൽക്കും. ആ ഒരു സമയം ഈ ഒരു ഏതർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരേ സമയം തന്നെ ആ ഒരു 9 റിയാംസിനെയും ഡാർക്ക് മാറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തന്റെ എറ്റേണൽസ് ഓഫ് ഡാർക്ക്നെസ്സിൽ കവർ ചെയ്യാൻ ഈ ഒരു സമയം മാലിക്കത്തിന് വളരെയധികം സഹായകമാകും. അതിനുവേണ്ടിയായിരുന്നു ഈ ഒരു കൺവേർജൻസിന് വേണ്ടി മാലിക്കറ്റ് കാത്തിരുന്നത്. അങ്ങനെ 2988 BCയിൽ ആ ഒരു കൺവേർജൻസ് നടക്കുകയും ആ ഒരു സമയം മാലിക്കറ്റ് ഈ ഒരു ഏതർ ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു സമയം തന്നെ ആസ്കാർഡ് ഇതിനെതിരെ പ്രവർത്തിക്കുകയും മാലിക്കത്തിന്റെ ഈ ഒരു പ്ലാൻ തകർക്കുകയും ചെയ്തു. ഓഡിന്റെ അച്ഛനായിരുന്ന ബോർ ആയിരുന്നു ആ ഒരു സമയം ആസ്കാർഡിന്റെ രാജാവ്. അങ്ങനെ ബോർ ഈ ഒരു ഏതറിനെ ഒരു സ്ഥലത്ത് ഒളിപ്പിക്കുകയും മാലിക്കറ്റ് ഒരുതരം ഹൈബർനേഷൻ ഫോമിൽ പോവുകയും ചെയ്തു. എന്നാൽ 5000 വർഷങ്ങൾക്ക് ശേഷം 2013 ഈ ഒരു കൺവേർജൻസ് പിന്നെയും ഉണ്ടായി. അതിന്റെ ഭാഗമായി കുറെ പോർട്ടലുകൾ ഉണ്ടാവുകയും ചെയ്തു. അതിലൊരു പോർട്ടൽ ഭൂമിയിലായിരുന്നു. അങ്ങനെ ഈ ഒരു പോർട്ടലിലൂടെ ജെയിൻ ഫോസ്റ്റർ ആ ഒരു ഏതർ ഇരിക്കുന്ന സ്ഥലത്തെത്തുകയും എന്നാൽ ആ ഒരു സമയം തന്നെ ഏതർ ഈ ഒരു ജെയിൻ ഫോസ്റ്ററിന്റെ ഉള്ളിലേക്കായി പോവുകയും ചെയ്തു.
ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ ഏറ്റവും വലിയ ശക്തി അത് തന്നെയായിരുന്നു. അതിന് സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സമയം തന്നെ മാലിക്കത്ത് തന്റെ ആ ഒരു ഹൈബർനേഷൻ ഫോമിൽ നിന്ന് ഉണരുകയും ചെയ്തു. അങ്ങനെ ജെയിനിൽ നാച്ചുറൽ അല്ലാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ തോർ ജെയിൻ ഫോസ്റ്ററിനെ ആസ്കാരിൽ കൊണ്ടുവരികയും ഈ ഒരു സമയം ഓഡിയൻ മനസ്സിലാക്കുകയും ചെയ്തു ജെയിനുള്ളിൽ ഈ ഒരു ഏതർ ഉണ്ടെന്നുള്ള കാര്യം. ഈ ഒരു ഏതർ ഉള്ളിലുള്ളത് കാരണത്താൽ ജെയിൻ ഒരുപാട് അങ്ങ് ക്ഷീണിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയം തന്നെ മാലിക്ക് ആസ്കാരിലെത്തുകയും ജെയിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു അവസരത്തിൽ അതിനെ തടയാൻ നിന്നിരുന്ന തോറിന്റെ അമ്മ മരിക്കുകയും ചെയ്തു. ഇതിനൊടുവിലായി തോർ ലോക്കിയുടെ സഹായത്താൽ ജെയിനെ മാലിക്കത്തിനടുത്ത് കൊണ്ടുപോവുകയും മാലിക്കത്ത് ജെയിന് ഉള്ളിൽ നിന്ന് ആ ഒരു ഏതറിനെ തിരിച്ചെടുക്കുകയും ചെയ്തു. ജെയിൻ ഫോസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു തോർ ഇപ്രകാരം ചെയ്തിരുന്നത്. അങ്ങനെ ഏതർ കിട്ടിയ മാലിക്കത്ത് ആ ഒരു കൺവേർജൻ സമയത്ത് തന്റെ ഒരു പ്ലാനുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ കൺവേർജൻ സമയത്ത് ആ ഒരു ഏതർ ഉപയോഗിക്കുന്ന സമയം മാലിക്കത്തും തോറും തമ്മിൽ ഫൈറ്റ് നടക്കുകയും ഈ ഒരു ഫൈറ്റിനൊടുവിൽ തോർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഏതർ ആസ്കാരിന്റെ കൈവശം കിട്ടുകയും ചെയ്തു. എന്നാൽ ഒരേ സമയം 2 ഇൻഫിനിറ്റി സ്റ്റോൺ ഒരേ സ്ഥലത്ത് വെക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ ആസ്കാർഡ് ആ ഒരു റിയാലിറ്റി സ്റ്റോൺ അടങ്ങിയിരുന്ന ഏതറിനെ കളക്ടറുടെ കൈവശം ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം താനോസ് നോവേറിലെത്തുകയും നോവേറിൽ കളക്ടറിന്റെ കൈവശം ഉണ്ടായിരുന്ന ആ ഒരു ഏതറിനെ സോളിഡിഫൈ ചെയ്ത് റിയാലിറ്റി സ്റ്റോൺ ആക്കിയ ശേഷം തന്റെ ആ ഒരു ഇൻഫിനിറ്റി ഗോളറ്റിൽ വെക്കുകയും ചെയ്തു. സോൾ സ്റ്റോൺ ഇൻഫിനിറ്റി സ്റ്റോണുകളിൽ ഒരു പ്രത്യേക പദവിയുള്ള സ്റ്റോൺ തന്നെയാണ് ഈ ഒരു സോൾ സ്റ്റോൺ. ഈ ഒരു സോൾ സ്റ്റോൺ ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക തന്നെയായിരുന്നു വോൾമിയറിൽ. വാൾക്കേരി ഷിപ്പിൽ നിന്ന് ആ ഒരു ടെസ്റാക്ട് മൂലം ടെലിപ്പോർട്ടായ റെഡ് സ്കൾ ഈ ഒരു വോൾമിയറിലെത്തുകയും പിന്നീട് ഈ ഒരു സോൾ സ്റ്റോണിന്റെ കാവൽക്കാരനായി ആ ഒരു വോൾമിയറിൽ നിൽക്കുകയും ചെയ്തു. ആരെങ്കിലും ഈ ഒരു സ്റ്റോണിന് വേണ്ടി വന്നാൽ അവർക്ക് ഗൈഡ് ആവാൻ വേണ്ടിയായിരുന്നു റെഡ് സ്കൾ അവിടെ അങ്ങനെ നിലനിന്നിരുന്നത്. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഗമോറയുടെ സഹായത്താൽ താനോസ് അവിടെ എത്തുകയും ആ ഒരു സ്റ്റോൺ കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അതിന് പകരമായി ഒരു സോളിനെ നൽകണമായിരുന്നു, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ആത്മാവിനെ. അങ്ങനെ താനോസ് ഗമോറയെ അവിടെ സാക്രിഫൈസ് ചെയ്യുകയും സ്റ്റോൺ തന്റെ ഇൻഫിനിറ്റി ഗോളറ്റിൽ ഇടുകയും ചെയ്തു. ടൈം സ്റ്റോൺ ഇൻഫിനിറ്റി സ്റ്റോണുകളിൽ ഏറ്റവും ശക്തിയേറിയതും കൂടാതെ ഏറ്റവും അപകടം പിടിച്ചതുമായ സ്റ്റോൺ ആണ് ടൈം സ്റ്റോൺ. കാരണം ഈ ഒരു ടൈം സ്റ്റോൺ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു ടൈം ലൈൻ മാത്രമല്ല ആൾട്ടർനേറ്റീവ് ടൈം ലൈൻ വരെ ഈ ഒരു ടൈം സ്റ്റോൺ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അതായത് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതപ്പോൾ പാസ്റ്റ് ആയാലും പ്രസന്റ് ആയാലും ഫ്യൂച്ചർ ആയാലും ഈ ഒരു ടൈം സ്റ്റോൺ ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള വ്യക്തമായ ഉദാഹരണം നമുക്ക് ഡോക്ടർ സ്ട്രേഞ്ച് മൂവിയിൽ നിന്ന് തന്നെ കണ്ടെത്താനാകും. കാരണം ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു ടൈം സ്റ്റോണിന്റെ പവർ മനസ്സിലാക്കുന്ന സീനിൽ അവർ ആപ്പിളിൽ പരീക്ഷണം നടത്തി നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ ഒരു സമയം ഡോക്ടർ സ്ട്രേഞ്ച് ആ ആപ്പിൾ പൂർണ്ണമായും കഴിച്ചിരുന്നില്ല. എന്നാൽ പോലും ആ ഒരു ആപ്പിൾ ആരോ കഴിച്ച് ഇല്ലാതായി പോകുന്നതായി നമ്മൾ കണ്ടു. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു ആപ്പിൾ പൂർണ്ണമായി കഴിച്ചിട്ടുമില്ല. സത്യത്തിൽ ഇത് മറ്റൊരു ടൈം ലൈനിൽ നടന്ന സംഭവമാണ്. അതാണ് നമ്മൾ ഈ ഒരു ടൈം ലൈനിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയാൻ സാധിക്കും ഈ ഒരു ടൈം സ്റ്റോൺ ഏറ്റവും അപകടം പിടിച്ചത് തന്നെയാണ്. ഈ ഒരു ടൈം സ്റ്റോണിന്റെ ടൈം ലൈനുമായി നോക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതാണ്. ഈ ഒരു ടൈം സ്റ്റോൺ ആദ്യം കിട്ടിയിരുന്നത് അഗമോട്ടോയുടെ കയ്യിലായിരുന്നു. അഗമോട്ടോ ആണ് ആദ്യത്തെ സോഴ്സറസ് സുപ്രീം. അത് മാത്രമല്ല മാസ്റ്റർ ഓഫ് മിസ്റ്റിക് ക്യാറ്റ് ഫൗണ്ട് ചെയ്തതും ഈ ഒരു അഗമോട്ടോ ആയിരുന്നു. കൂടാതെ ഈ ഒരു 4 സാങ്ക്ഷം ഉണ്ടാക്കിയതും അഗമോട്ടോ ആയിരുന്നു. അത്രത്തോളം പവർഫുൾ തന്നെയായിരുന്നു ഈ ഒരു അഗമോട്ടോ. അങ്ങനെ ഈ ഒരു ടൈം സ്റ്റോൺ ഈ ഒരു അഗമോട്ടോയുടെ കയ്യിൽ കിട്ടിയ ശേഷം അഗമോട്ടോ ഇതിൽ പരീക്ഷണം നടത്താൻ തുടങ്ങി. അതിനായി ആദ്യം അഗമോട്ടോ ഉണ്ടാക്കിയത് ഐ ഓഫ് അഗമോട്ടോ ആയിരുന്നു. കാരണം ഈ ഒരു ടൈം സ്റ്റോണിന്റെ പവർ കൺട്രോൾ ചെയ്യാനും കൂടാതെ അത് സംരക്ഷിക്കാനും തീർച്ചയായും ഒരു കവചം ആവശ്യമായിരുന്നു. അത് തന്നെയാണ് ഐ ഓഫ് അഗമോട്ടോ. എന്നാൽ കുറെ നാളിന് ശേഷം അഗമോട്ടോ ഇതിൽ പരീക്ഷണം നടത്തൽ അവസാനിപ്പിച്ചു. അങ്ങനെ ഇതിൽ പരീക്ഷണം നടത്താൻ കാഗ്ലിയോസ്ട്രോയ്ക്ക് അവസരം കിട്ടി. അങ്ങനെ കാഗ്ലിയോസ്ട്രോ ഈ ഒരു ഐ ഓഫ് അഗമോട്ടോയിലും കൂടാതെ ടൈം സ്റ്റോണിലും കുറെ പരീക്ഷണം നടത്തുകയും ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെ തനിക്ക് മനസ്സിലായ കാര്യങ്ങളും കൂടാതെ ഈ ഒരു ഐ ഓഫ് അഗമോട്ടോ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു ബുക്കിൽ എഴുതി വെക്കുകയും ചെയ്തു. പിന്നീട് ആ ഒരു ബുക്ക് ഓഫ് കാഗ്ലിയോസ്ട്രോ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏൻഷ്യന്റ് വൺ സോഴ്സറർ സുപ്രീം ആവുകയും ആ ഒരു സമയം തന്റെ അപകടം പറ്റിയ കൈക്ക് പരിഹാരവുമായി ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു കമർതാജിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ പറ്റി മനസ്സിലാക്കിയ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു വഴിയിലേക്ക് തിരിയുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കമർതാജിൽ വെച്ച് ഈ ഒരു ബുക്ക് ഓഫ് കാഗ്ലിയോസ്ട്രോ പഠിക്കുകയും അങ്ങനെ അതുവഴി ഈ ഐ ഓഫ് അഗമോട്ടോ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയം ഡോർമാമു എർത്തിനെ ഡാർക്ക് ഡിമെൻഷനിൽ ആക്കാനുള്ള വരവിലായിരുന്നു. അങ്ങനെ ഈ ഒരു അവസരത്തിൽ ഏൻഷ്യന്റ് വൺ മരിക്കുകയും ഡോക്ടർ സ്ട്രേഞ്ച് സോഴ്സറർ സുപ്രീം ആവുകയും ചെയ്തു. അങ്ങനെ ഇതിന്റെ അവസാനം ഡോക്ടർ സ്ട്രേഞ്ച് ഡോർമാമുവിനെ ഒരു ടൈം ലൂപ്പിൽ കൊടുക്കുകയും ഡോർമാമുവിൽ നിന്ന് എർത്തിനെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു ടൈം സ്റ്റോണിന്റെ സംരക്ഷകനാവുകയും ചെയ്തു. കാരണം സോഴ്സറർ സുപ്രീം ആവുന്നവരെല്ലാം ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു അവർ ഈ ഒരു ടൈം സ്റ്റോണിനെ സംരക്ഷിക്കുമെന്ന്. എന്നാൽ പിന്നീട് സ്പേസിൽ നിന്ന് വന്ന ഹൾക്കിൽ നിന്ന് മനസ്സിലായി താനോസ് ഈ ഒരു ടൈം സ്റ്റോണിനെ കൈക്കലാക്കാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അതിനായി തൊട്ടടുത്ത നിമിഷം തന്നെ ബ്ലാക്ക് ഓർഡർ ടീമിലെ മെമ്പേഴ്സായ കാൽ ഒബ്സിഡിയനും കൂടാതെ എബിനിമയും അവിടെ എത്തുകയും ഡോക്ടർ സ്ട്രേഞ്ചിൽ നിന്ന് ഈ ഒരു ടൈം സ്റ്റോൺ കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ ഡോക്ടർ സ്ട്രേഞ്ചിനെ കൂട്ടി ബ്രൂസ് ബാനറും ആൻഡ്മാനും സ്പൈഡർമാനും അവിടെ എത്തി.
അങ്ങനെ അവസാനം ഡോക്ടർ സ്ട്രേഞ്ചും അയൺമാനും സ്പൈഡർമാനും താനോസിന്റെ ഒരു പ്ലാനറ്റ് ആയ ടൈറ്റനിൽ എത്തുകയും ചെയ്തു. പിന്നീട് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടീമിലെ മെമ്പേഴ്സും അവരോടൊപ്പം ചേർന്നു. അങ്ങനെ അവസാനം താനോസ് ആ ഒരു ടൈം സ്റ്റോൺ കൈക്കലാക്കാനായി നേരിട്ട് ടൈറ്റനിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ നടന്ന വലിയൊരു ഫൈറ്റിനൊടുവിൽ ടോണിയുടെ ജീവൻ രക്ഷിക്കാനായി ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു ടൈം സ്റ്റോൺ താനോസിന് നൽകുകയും താനോസ് തന്റെ ആ ഒരു ഇൻഫിനിറ്റി ഗോളറ്റിൽ അത് ഇടുകയും ചെയ്തു. മൈൻഡ് സ്റ്റോൺ. ഇൻഫിനിറ്റി സ്റ്റോണുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോൺ തന്നെയാണ് ഈ ഒരു മൈൻഡ് സ്റ്റോൺ. ഈ ഒരു മൈൻഡ് സ്റ്റോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ ഒരു മൈൻഡ് സ്റ്റോൺ ഉപയോഗിച്ച് യൂണിവേഴ്സിലെ ഏതൊരു ലിവിംഗ് ഓർഗാനിസത്തിന്റെയും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. MCUയിൽ ഈ ഒരു മൈൻഡ് സ്റ്റോൺ അവതരിപ്പിക്കുമ്പോൾ ഇത് ആദ്യം വരുന്നത് താനോസിന്റെ കയ്യിലാണ്. താനോസിന്റെ ആർമിയായ ചിറ്റൂരിയുടെ വെപ്പണായ സ്കെപ്ചറിലാണ് ഈ ഒരു മൈൻഡ് സ്റ്റോൺ ആദ്യമായി MCUയിൽ അവതരിപ്പിച്ചത്. താനോസ് മൈൻഡ് കൺട്രോൾ ചെയ്ത് ലോക്കിയെ ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു ഈ ഒരു സ്കെപ്ചറുമായി. ആ ഒരു സമയം ഭൂമിയിലുണ്ടായിരുന്ന സ്പേസ് സ്റ്റോണിന് വേണ്ടിയായിരുന്നു താനോസ് ഇപ്രകാരം ചെയ്തിരുന്നത്. അങ്ങനെ ഭൂമിയിലത്തെ ലോക്കി ആദ്യം ഈ ഒരു സ്ക്രിപ്ചർ ഉപയോഗിച്ച് ഷീൽഡ് ഏജൻസ് ആയ ക്ലിന്റിനെയും കൂടാതെ ഡോക്ടർ എറിക് സെൽവിക്കിനെയും ഈ ഒരു സ്ക്രിപ്ചർ ഉപയോഗിച്ച് മൈൻഡ് കൺട്രോൾ ചെയ്തു. താനോസിന്റെ ആർമിയെ ഈ ഒരു ഭൂമിയിലെത്തിക്കാൻ ഈ ഒരു സ്പേസ് സ്റ്റോൺ ഉപയോഗിച്ച് ഒരു പോർട്ടൽ ഉണ്ടാക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. ഇതിന്റെ ലോക്കി പല കളി കളിക്കുകയും ഒടുവിൽ അവഞ്ചേഴ്സ് ആദ്യമായി ഒത്തുകൂടുകയും ചെയ്യും. അങ്ങനെ ലോക്കിയുടെ പ്ലാൻ പോലെ തന്നെ ആ ഒരു പോർട്ടൽ അവിടെ ഉണ്ടാവുകയും താനോസിന്റെ ആർമിയായ ചിറ്റൂരി ഈ ഒരു ന്യൂയോർക്ക് സിറ്റിയിൽ എത്തി അവിടെയാകെ നാശം വിതയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു അവഞ്ചേഴ്സ് ആ ഒരു ചിറ്റൂരിയെ നേരിടുകയും ഒടുവിൽ അവർ വിജയിക്കുകയും ചെയ്യും. പിന്നീട് ഈ ഒരു സ്ക്രിപ്ചർ അവഞ്ചേഴ്സിന്റെ കയ്യിലെത്തുകയും അവർ അതിൽ റിസർച്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇതിൽ റിസർച്ച് ചെയ്യാനായി ഷീൽഡ് ഏജൻസ് ആയ നിക്കോളാസ് കൂപ്പറിനെയും കൂടാതെ മാർക്ക് സ്മിത്തിനെ അവർ ഏൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ മാർക്ക് സ്മിത്തിന് ഇതിന് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം ഷീൽഡിന്റെ ഒരു ഫീൽഡ് ഏജന്റ് ആവാനായിരുന്നു ഈ ഒരു മാർക്ക് സ്മിത്തിന്റെ താല്പര്യം. എന്നാൽ മരിയ ഹിൽ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞ് ഈ ഒരു മാർക്ക് സ്മിത്തിനെ ഷീൽഡിന്റെ ഒഫീഷ്യൽ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തു. എന്നാൽ മാർക്ക് സ്മിത്തിന് ഇതിന് തീരെ താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ ഹൈഡ്ര ഏജന്റ് ആയ ബാരൻ ഷോക്ക് ഇതിനെപ്പറ്റി അറിയുകയും മാർക്ക് സ്മിത്തിനെ അവരുടെ വരുതിയിലാക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയം തന്നെ കൂപ്പർ കണ്ടുപിടിച്ചിരുന്നു ഈ ഒരു ടെസറാക്റ്റിനും കൂടാതെ ഈ ഒരു സ്ക്രിപ്ചറിലെ മൈൻഡ് സ്റ്റോണും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന്. എന്നാൽ ഈ ഒരു സമയം തന്നെ മാർക്ക് സ്മിത്തും കൂടാതെ ഹൈഡ്രയുടെ മറ്റ് ഏജന്റ്സും ഈ ഒരു ഷീൽഡിന്റെ സ്ഥലത്ത് കടന്നു കയറുകയും ഈ ഒരു നിക്കോളാസ് കൂപ്പറിനെ കൊല്ലുകയും ചെയ്തു. എന്നിട്ട് അവർ ആ സ്ക്രിപ്ചർ കൊണ്ട് കടന്നു കളയുകയും ചെയ്തു. അതോടെ തന്നെ ഈ ഒരു സ്ക്രിപ്ചർ ഹൈഡ്രയുടെ കൈക്കലെത്തി. പിന്നീട് അവർ ഇതിൽ പരീക്ഷണം നടത്താൻ തുടങ്ങി. റെഡ് സ്കൾ ടെസ്റാക്റ്റിൽ എന്തൊക്കെ പരീക്ഷണം നടത്തിയോ അതുപോലെ തന്നെ ഹൈഡ്ര ഏജൻസ് ഈ ഒരു സ്ക്രിപ്ചറിൽ പരീക്ഷണം നടത്താൻ തുടങ്ങി. ഇത് വെച്ച് അവർ കൂടുതൽ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി. എന്നാൽ അതിൽ തൃപ്തിയാവാതിരുന്ന ഹൈഡ്ര മനുഷ്യരിൽ ഈ ഒരു സ്ക്രിപ്ചർ ഉപയോഗിച്ച് പരീക്ഷണം നടത്താൻ തുടങ്ങി. അതിനായി സൊക്കോവിയിൽ നിന്ന് വോളണ്ടിയേഴ്സിനെ അവർ കൊണ്ടുവന്നു. ഈ ഒരു പരീക്ഷണത്തിൽ കുറെ ആൾക്കാർ മരിച്ചു. എന്നാൽ 2 പേർക്ക് മാത്രം ഇതിന് ശക്തി കിട്ടി, പീറ്ററിനും കൂടാതെ വാൻഡ മാക്സിമോവിനും. ഇതിൽ നിന്ന് കിട്ടിയ ശക്തി മൂലം പീറ്റർ ക്വിക്സിൽവർ എന്ന പേരിലും വാൻഡ മാക്സിമോവ് സ്കാർലറ്റ് വിച്ച് എന്ന പേരിലും അറിയപ്പെട്ടു. എന്നാൽ ഈ ഒരു സ്ക്രിപ്ചറിന് ഇതിന്റെ മാത്രം ശക്തിയല്ല എന്ന് മനസ്സിലാക്കിയ ഹൈഡ്ര ഏജൻസ് ഇതിൽ കൂടുതൽ പരീക്ഷണം നടത്താൻ തുടങ്ങി. അങ്ങനെ അവർക്ക് മനസ്സിലായി ഈ ഒരു സ്റ്റോണിന്റെ മൈൻഡ് എന്നുള്ളത് ഒരു AI പോലെയാണെന്നും അത് ഒരുപാട് അഡ്വാൻസ് ആണെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഇതുപയോഗിച്ച് കുറെ റോബോട്ട്സിനെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായി. എന്നാൽ ഈ ഒരു സമയം തന്നെ അവഞ്ചേഴ്സ് ഇതിനെപ്പറ്റി അറിയുകയും ഇവരെ ആക്രമിച്ച് ഈ ഒരു സ്ക്രിപ്ചറുമായി കടന്നു കളയുകയും ചെയ്തു. എന്നാൽ ടോണി സ്റ്റാർക്ക് അവരുടേതായ രീതിയിൽ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ സ്റ്റാർക്ക് പൂർത്തിയാക്കാതെ വെച്ചിരുന്ന അൾട്രോൺ പ്രോജക്ട് ഇതുവഴി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലായി. അങ്ങനെ ഇതിനൊടുവിൽ സ്റ്റാർക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തുകയും പുതിയൊരു പാറ്റേൺ ഉണ്ടാക്കാനായി ജാർവിസിനോട് പറയുകയും ചെയ്തു. എന്നാൽ ഈ ഒരു പാറ്റേൺ ഉണ്ടായതിന് അവസാനം ഈ ഒരു മൈൻഡ് സ്റ്റോണിന്റെ AI ജാർവിസിനെ കൊല്ലുകയും അങ്ങനെ അൾട്രോൺ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഭൂമിയുടെ ഏറ്റവും വലിയ ആപത്ത് മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ അൾട്രോൺ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടർ ഹെലന്റെ സഹായത്തോടു കൂടി തനിക്ക് ഒരു ശരീരം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു, അതായത് ഒരു സൂപ്പർ ഹ്യൂമനെ. അതിലേക്കായി അവർ ഈ മൈൻഡ് സ്റ്റോൺ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ അവസാനം അവഞ്ചേഴ്സ് അവിടെ എത്തുകയും ഈ ഒരു വൈബ്രേനിയം ബോഡിയുമായി അവർ കടന്നു കളയുകയും ചെയ്തു. ഇതിന്റെ അവസാനമായി സ്റ്റാർക്ക് തന്റെ AI ഈ ഒരു ബോഡിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയും ഇതിന് സഹായമായി തോർ തന്റെ പവർ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വിഷൻ ഉണ്ടായി മൈൻഡ് സ്റ്റോണോടുകൂടി. പിന്നീട് വിഷൻ ഈ ഒരു അൾട്രോണെ നശിപ്പിക്കാൻ അവഞ്ചേഴ്സിനോടൊപ്പം ചേരുകയും ചെയ്തു. എന്നാൽ സിവിൽ വാറിൽ ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം സ്കാർലറ്റ് വിച്ചും വിഷനും തന്റെ വെക്കേഷൻ ആഘോഷിക്കുന്ന സമയം താനോസ് മുഴുവൻ ഇൻഫിനിറ്റി സ്റ്റോൺസും കൈക്കലാക്കാൻ വരികയായിരുന്നു. അതിനായി ബ്ലാക്ക് ഓർഡർ ടീം അവിടെ എത്തുകയും വിഷനിൽ നിന്ന് ആ ഒരു മൈൻഡ് സ്റ്റോൺ കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയം സീക്രട്ട് അവഞ്ചർ ആയിരുന്ന ക്യാപ്റ്റനും കൂടാതെ ബ്ലാക്ക് വിഡോയും ഫാൽക്കനും അവിടെ എത്തുകയും ഇവരിൽ നിന്ന് വിഷനെ രക്ഷിക്കുകയും എന്നിട്ട് ഈ ഒരു മൈൻഡ് സ്റ്റോണിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വക്കാണ്ടയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ വക്കാണ്ടയിൽ വെച്ച് ഈ ഒരു മൈൻഡ് സ്റ്റോണിനെ വിഷനിൽ നിന്ന് വേർപെടുത്താനുള്ള എക്സ്പെരിമെന്റിനിടെ ബ്ലാക്ക് ഓർഡർ ടീം അവിടെ എത്തുകയും ഷുരിയെ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ഫൈറ്റിനൊടുവിൽ താൽക്കാലികമായി വിഷനെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ വൈകാതെ തന്നെ താനോസ് അവിടെ എത്തുകയും ആ ഒരു മൈൻഡ് സ്റ്റോൺ കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു മൈൻഡ് സ്റ്റോൺ താനോസിന്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ സ്കാർലറ്റ് വിച്ച് ആ ഒരു മൈൻഡ് സ്റ്റോണെ ആ ഒരു സമയം നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ താനോസിന്റെ കയ്യിൽ അപ്പോൾ ആ ഒരു ടൈം സ്റ്റോൺ ഉണ്ടായിരുന്നു. ആ ഒരു ടൈം സ്റ്റോൺ ഉപയോഗിച്ച് ആ ഒരു സമയം റിവേഴ്സ് ചെയ്യുകയും വൈബ്രേനിയം ബോഡി കൊണ്ട് ഉണ്ടാക്കിയ വിഷനിൽ നിന്ന് താനോസ് ആ ഒരു മൈൻഡ് സ്റ്റോൺ കൈക്കലാക്കുകയും അതിന്റെ ഇൻഫിനിറ്റി വോളറ്റിൽ ഇടുകയും ചെയ്തു.
ഇത്രയുമാണ് ഈ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ ജേർണി. കൂടാതെ മാർവലിൽ ചില നോർമൽ ഹ്യൂമൻസിനെ സൂപ്പർ ഹ്യൂമൻസ് ആക്കിയത് പോലും ഇതേ ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ ശക്തി ഉപയോഗിച്ചാണ്. എന്നിരുന്നാലും ഫേസ് 3ക്ക് ശേഷം ഫേസ് 4ൽ ഇതേ ഇൻഫിനിറ്റി സ്റ്റോൺസിന് ഇതേ ഇമ്പോർട്ടൻസ് കണ്ടിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡിൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.